എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ട് തിരുപ്പൂർക്കാണ് കേട്ടോ. നമ്മുടെ വെല്ലിച്ചൻ്റെ മോൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അതിന് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കുടുംബക്കാരൊക്കെ കൂടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ 2 ദിവസങ്ങളായിട്ടാണ് പോകുന്നത്. ഇന്ന് ഞങ്ങൾ കുറച്ച് പേര് പോകും. അപ്പോൾ നമ്മുടെ തമിഴ്നാടിൻ്റെ കല്യാണ വിശേഷങ്ങളും നമ്മളുടെ യാത്രാ വിശേഷങ്ങളുമായിട്ട് നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം തോന്നി. അപ്പോൾ എൻ്റെ ഈ കൊച്ചു സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുക. നമുക്കിനി വഴിയെ വീഡിയോയിൽ കാണാം കേട്ടോ. ഞാനും അമ്മയും റെഡിയായിട്ടോ. ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള ഷെൻഫി സാറ വഴി വന്നത് കേട്ടോ. ഷൊർണൂരിലേക്ക് ഒരു ലിഫ്റ്റൊക്കെ ഓഫർ ചെയ്ത് ഞങ്ങളോട് കുറച്ച് സംഭാഷണമൊക്കെ നടത്തി പോയി. ഒടുവിൽ ബസ് വന്നപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര തുടർന്നു കേട്ടോ. കുറച്ച് കാലത്തിന് ശേഷമാണ് ബസ് യാത്ര നടത്തുന്നത്. ബസ് യാത്രയിൽ ഒരുപാട് കഥകളും നാട്ടിൽ പുലിയിറങ്ങിയ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള മനോജേട്ടനാണ് കേട്ടോ ബസ്സിലെ കണ്ടക്ടർ. അദ്ദേഹത്തിനുമായി സംഭാഷണം നടത്തിയ ഒടുവിൽ ഞങ്ങൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ ട്രെയിനിലേക്ക് കയറി യാത്ര തുടർന്നു കേട്ടോ. മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ട്രെയിനിലെ അവസാനം ഞങ്ങൾ തിരുപ്പൂരിലെത്തി. പുലി നാട്ടിലിറങ്ങി പറഞ്ഞ പോലെ തിരുപ്പൂരിൽ പുലി ഇറങ്ങി. നമ്മൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടോ പല്ലില്ലാത്ത അമ്മാവനെ കണ്ടിട്ടോ. തിരുപ്പൂരിലെത്തിയ ഉടൻ ഞങ്ങളെ കൊണ്ടുപോകാനായി വാഹനം എത്തിയിട്ടോ. ഞങ്ങൾ ആ വാഹനത്തിൽ കയറി ഞങ്ങളുടെ ബന്ധുക്കളുടെ അടുത്തേക്ക് ചെന്ന് ഞങ്ങളെ കാത്തിരിക്കുന്ന ബന്ധുക്കളും അവരുടെ സുഹൃത്തുക്കളുമായി ഞങ്ങളെ വരവി. ആ രാത്രി കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ച് ഞങ്ങൾ ദിവസം നേരം പോവാത്തതുകൊണ്ട് അടുത്തുള്ള പാർക്കിലേക്കൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ടോ. ഞാനും അമ്മയും മറ്റ് ബന്ധുക്കളും കൂടിയിട്ട് ആ പാർക്കിലെ കടന്ന് ഫോട്ടോഷൂട്ട് നടത്തി. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും ആ സ്ഥലത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾക്കറിയാം, ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം. എന്തായാലും അവിടെ കുറേ നേരം കളിച്ച് തീർച്ച് ഞങ്ങൾ റിസപ്ഷന് പോകാനുള്ള ഒരുക്കത്തിലായി. ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ ചെറുക്കൻ. എങ്ങനെ സുന്ദരനല്ലേ? റിസപ്ഷന് പോകാനുള്ള ഒരുക്കത്തിൽ റെഡിയായി. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടിയിട്ട് വണ്ടി വന്നു കേട്ടോ. ആ വണ്ടിയിൽ കയറി യാത്ര പോകാനുള്ള ഒരുക്കത്തിലാണ്. മനോഹരമായിട്ടുള്ള ആ യാത്രയിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് എനിക്കതൊരു അത്ഭുതകരമായിട്ടൊരു കാഴ്ച കണ്ടു കേട്ടോ. അവിടുത്തെ റോഡുകൾ ഓരോന്നും വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് കേട്ടോ. മനോഹരമായ റോഡ്. ഒരുക്കത്തിലാണ് കേട്ടോ. കല്യാണത്തിൻ്റെ റിസപ്ഷനുള്ള ഒരുക്കത്തിലാണ്. ഒരുക്കമെല്ലാം കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ എത്തൽ തുടങ്ങിയിട്ടോ. ഞാൻ എൻ്റെ പണി തുടങ്ങി. സെൽഫിയും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞാനവിടെ ബന്ധുക്കളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നു കേട്ടോ. എല്ലാവരെയും കണ്ട് കൈ കൊടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ മനോഹരമായിട്ടുള്ള അങ്ങനെ ഞങ്ങളുടെ ചാത്തന്നൂരിലുള്ള മറ്റ് ബന്ധുക്കൾ കൂടി എത്തി. ഇതാണ് ഞങ്ങളുടെ ദാസപ്പൻ. ദാസപ്പനുമായിട്ട് സിനിമയുമായിട്ടും മാമനായിട്ടൊക്കെ ഒരു സെൽഫി എടുത്ത് എല്ലാവരെയും കണ്ട് സംഭാഷണങ്ങൾ നടത്തി സന്തോഷത്തിൽ പങ്കുകൊള്ളുകയാണ്. കല്യാണ റിസപ്ഷനുള്ള ഒരുക്കത്തിന് ചെക്കനും പെണ്ണൊക്കെ എത്തി തുടങ്ങിയിട്ട് മനോഹരമായിട്ടുള്ള എന്തായാലും ഒരുപാട് സന്തോഷമായി അല്ലേ? എല്ലാവരും ഒന്നിച്ച് കാണും, എല്ലാവരും ഒരുമിച്ച് കുറച്ച് നേരം ചിലവഴിക്കുക. അത്ര മനോഹരമാണില്ലേ? എല്ലാവരും വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള ആളുകളാണ് കേട്ടോ നമ്മുടെ ഈ കല്യാണത്തിന് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന്, കോഴിക്കോട് നിന്ന്, തമിഴ്നാട്ടിലുള്ള പല പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ കുറേ പേരൊക്കെ എത്തി. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി കേട്ടോ. എന്തായാലും പലയിടങ്ങളിലായിട്ട് എത്തിയിട്ടുള്ള ആളുകൾ തമിഴ്നാട് സ്റ്റൈലിൽ ഒരു കല്യാണം, ആ കല്യാണം കൂടാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്നായിട്ട് എത്തിയ കുടുംബം. എന്തായാലും മനസ്സിലൊരുപാട് സന്തോഷം തോന്നി. അമ്മമാരുടെ അയരത്തും അവരുടെ ഫാമിലിയിലുള്ള ആളുകളെയൊക്കെ കണ്ടപ്പോൾ ഉള്ള സന്തോഷം പ്രായമായവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്തോഷം കേട്ടോ. എല്ലാവരും ഒരുമിച്ചവരിലൊന്ന് കൂടി ചേരുക എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ ബാവമാമ മോഹനേട്ടനും അതുപോലെ തന്നെ 2 മഞ്ഞക്കിളികളൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ള വേദി, മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന വേദി. എന്തായാലും തിരുപ്പൂരിൽ നമുക്ക് കൊച്ചു സുഹൃത്തുക്കളുണ്ട് കേട്ടോ. ഇതാണ് ആ സുഹൃത്തുക്കൾ. അവർ കണ്ട സന്തോഷത്തിൽ അവരെയും വീഡിയോയിൽ പിടിക്കണമെന്ന് പറഞ്ഞ് നമ്മളൊരു ആരാധകർ കൂടിയാണ് കേട്ടോ. എന്തായാലും സന്തോഷം അതൊക്കെ കാണുമ്പോൾ. എന്തായാലും അവരും അവരുടെ കൂട്ടുകാരൊക്കെ എന്നെ കണ്ട് ഒരുപാട് സന്തോഷം അറിയിച്ചു കേട്ടോ. അവരെയൊക്കെ കണ്ടതിന് സന്തോഷമുണ്ട്. എല്ലാവരോടും പ്രിയപ്പെട്ടവരോട് നന്ദി. എന്തായാലും നമ്മുടെ വീഡിയോ എടുക്കൽ അതിൻ്റെ വിശേഷങ്ങളും അവർ പരിചയപ്പെടുത്തലൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവർ നമ്മൾ സ്വീകരിച്ചു. നമ്മളോട് ഒത്തുകിണങ്ങി കല്യാണം അത് വേറെ ലെവലാണ് കേട്ടോ. ആദ്യം മണ്ഡപത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു വിഘ്നേശ്വരൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. വരുന്ന ആളുകളെ സ്വീകരിക്കുന്നതിനായി കൈ കൂപ്പിക്കൊണ്ട് ചെറുക്കൻ്റെ അമ്മയും പെങ്ങന്മാരും മുൻവശത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ.
മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയ മനോഹരമായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള അടിപൊളിയുള്ള ഒരു മണ്ഡപം തന്നെയാണ് കേട്ടോ. പിന്നെ ചടങ്ങുകളിലേക്ക് കിടക്കുകയായി. നല്ല രീതിയിലുള്ള മര്യാദയുള്ള ഒരു ചടങ്ങാണ് കേട്ടോ. ബന്ധുക്കൾ പരസ്പരം കൂട്ടിയുറപ്പിക്കുന്നതും ബന്ധുക്കൾ തമ്മിലുള്ള സംഭാഷണങ്ങളും അങ്ങനെ മനോഹരമായിട്ടുള്ള ചടങ്ങുകളായിരുന്നു കേട്ടോ അവിടെ കണ്ടത്. പരസ്പരം കൈകൾ കൊടുത്ത് വെള്ളം കുടിക്കുന്നൊക്കെ ഉണ്ട്. എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് വ്യക്തമായി എനിക്ക് അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ചടങ്ങുകളാണ്. അതേപോലെ തന്നെ രാത്രി 9 മണിക്ക് ശേഷമാണ് കേട്ടോ ഈ ചടങ്ങുകൾ നടക്കുന്നത്. പാതിരയ്ക്കാണ് അവിടെ ചടങ്ങുകൾ നടക്കുന്നത്. എല്ലാം വ്യത്യസ്തപരമായിട്ടുള്ള ഒന്നല്ല, പുടവ് കിടക്കുന്ന ചടങ്ങ് മുതൽ അല്ലേ, നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകളാണ് ഇവിടെ ഉള്ളത്. രാത്രികാല ചടങ്ങുകൾക്കൊക്കെ ശേഷം പുലർച്ചെ 3:30 മണിക്കാണ് കേട്ടോ താലികെട്ട് നടക്കുന്നത്. വിവിധ തരത്തിലുള്ള പൂജകളും പരസ്പരം ഒത്തുചേർന്ന് ഒരുമിച്ച് ജീവിക്കേണ്ടവരുള്ള ഒരുപാട് ചടങ്ങുകളും അവിടെ നടന്നു കേട്ടോ. ഒരുപാട് പ്രത്യേകതകളുള്ള ചടങ്ങുകളാണ്. നിങ്ങൾക്കതിൽ കാണുമ്പോൾ അറിയാം. തമിഴ്നാട്ടിലെ കല്യാണങ്ങളും തമിഴ്നാട്ടിൽ ജീവിച്ചവർക്കും അറിയാൻ കഴിയും. നമ്മളാദ്യമായി കാണുന്നത് കൊണ്ടായിരിക്കും നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായൊന്നും അറിയില്ല. എങ്കിൽ പോലും ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ വീഡിയോകൾ എടുക്കണമെന്നും നിങ്ങളിലേക്ക് എത്തിക്കണമെന്നും എനിക്ക് തോന്നി. ഒരുപാട് മര്യാദകളുള്ള ചടങ്ങുകൾ. താലി പൂജിച്ചതിന് ശേഷം അത് മറ്റുള്ള കുടുംബാംഗങ്ങളിൽ നിന്നും അവിടെ വന്ന ആളുകളുടെ നിന്നൊക്കെ ആശീർവാദം വാങ്ങിയതിന് ശേഷമാണ് ആ താലി അവർ ചാർത്തുന്നത് കേട്ടോ. എന്തായാലും വീഡിയോ എടുത്ത ക്ഷീണം കൊണ്ടാണെന്നറിയില്ല, നല്ല വിശപ്പ് തുടങ്ങി. കാലത്തെ ടിഫിനാണ് കേട്ടുള്ളത്. ടിഫിൻ കഴിക്കാനായിട്ട് ഭക്ഷണശാലയുടെ അടുത്തേക്ക് നടന്നു. ഭക്ഷണശാലയുടെ അടുത്ത് എത്തിയപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള വിഭവങ്ങൾ ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്, മധുരം കൊടുത്താണ് അവരെന്തും ആദ്യം ഭക്ഷണം നൽകുക, സ്വീകരിക്കുക. ഞാൻ ചെന്ന വഴിക്ക് തന്നെ നോക്കുമ്പോൾ അവിടെ മുൻവശത്തായിട്ട് അവിടെ മീട്ട ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കൂടെ സ്വീറ്റുകളും ദോശയും കിച്ചടിയും തൈര് സ്വാദും സാമ്പാറും ചട്നിയും വടയൊക്കെ ഇട്ട് മനോഹരമായിട്ടുള്ള സദ്യ. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചുണ്ടേക്കാര ശക്തി തിരുപ്പൂരിലൊന്ന് കാണിച്ചു കേട്ടോ. എല്ലാവരും ഒത്തൊരു ഗ്രൂപ്പ് ഫോട്ടോ. 10-60ഓളം വരുന്ന കുടുംബാംഗങ്ങൾ. ഇനിയും ഒരുപാട് ആളുകൾ വരാനുണ്ട് കേട്ടോ. പക്ഷെ ഉള്ള ആളുകൾ ഒരു സംഗമം പോലെ തന്നെ മനോഹരമായി അവിടെ ഒത്തൊരുമിച്ച്. എന്തായാലും തമിഴ്നാടിൻ്റെ കല്യാണ വിശേഷങ്ങൾ തീരുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾ കാണുന്നതിനായിട്ട് ഫോളോ ചെയ്തൊന്ന് കൂടെ കൊടുക്കണം കേട്ടോ. എന്തായാലും സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.